എടാ ഒളിക്കണ്ട, എന്നെ എതിർക്കാനുള്ള ആയുധമല്ലേ ഇത്? എടാ ധർമ്മയുദ്ധം എന്താണെന്ന് നിനക്കറിയോ? എനിക്കറിയില്ല. എന്നാ പറഞ്ഞു തരാം. എതിർക്കുമ്പോൾ എതിരാളിക്കും തുല്യ ആയുധം കൊടുക്കണമെന്നാണ്. ഒരു ഗ്ലാസ്സിലൂടെ ഒഴിക്കടാ. ഗ്ലാസ്സിലേക്ക് വേണ്ട. വെള്ളം അല്പം കൂടിപ്പോയി. ഒഴിക്കടാ. എനിക്കല്ല, ഇനി നിനക്ക് വേണ്ടിയാണ് ഒഴിക്കാൻ പറഞ്ഞത്. അച്ഛന്റെ ഈ സ്വഭാവത്തിന് മാറ്റം വരുത്തിയില്ലെങ്കിൽ ഞാൻ എങ്ങോട്ടേലും ഇറങ്ങിപ്പോകും, പറഞ്ഞേക്കാം. എടാ നീ എങ്ങും പോണ്ട, ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാ മതി. ഞാൻ നാളെ തന്നെ പോയി നിന്റെ വിവാഹം ഉറപ്പിക്കാൻ പോവുക. ആ പെണ്ണിന്റെ തന്തയ്ക്ക് കൂടെ കൂടെ ഹാർട്ട് അറ്റാക്ക് വരാറുള്ളതാ. ചാകട്ടെ, എനിക്കെന്താ? എടാ നിന്റെ 10 തലമുറ തിന്നാലും തീരാത്ത സ്വത്തുക്കളാ അവര് സ്ത്രീധനമായിട്ട് നിനക്ക് തരാൻ പോകുന്നത്. ഈ സ്ത്രീധനത്തിന്റെ പേരിൽ സ്നേഹിച്ച പെണ്ണിനെ ഉപേക്ഷിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. എടാ അവളെ വെറുതെ ഉപേക്ഷിക്കണ്ട, 5000 10,000 കൊടുക്കാം. അച്ഛൻ സ്ത്രീധനത്തിനെതിരായിട്ട് പ്രസംഗിക്കാറൊക്കെ ഉണ്ടല്ലോ. സ്വന്തം ജീവിതത്തിൽ എന്താ അത് കാണിക്കാത്തത്? എടാ പ്രസംഗിക്കുന്നത് നാട്ടുകാർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ മക്കൾക്ക് വേണ്ടിയിട്ടല്ല. അച്ഛന് നാണോ ഇല്ലല്ലോ ഇതൊക്കെ പറയാൻ? അല്ല, ഇനിയിപ്പൊ നിനക്ക് അവളോട് നേരിട്ട് പറയാൻ വിഷമം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് ഒഴിവാക്കി തരാം. ഏതാ ആ പെണ്ണ്? നാളെ തന്നെ അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ദൈവമേ, എവന്റെ മനസ്സൊന്ന് മാറ്റി കിട്ടണേ. സദേട്ടാ, സദേട്ടാ, സദേട്ടാ. എന്താ രവി, എന്തു പറ്റി? ഇപ്പൊ ഒന്നും ചോദിക്കണ്ട, എന്നെ എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്ക്. നീ എന്താ ഇത്ര ആലോചിക്കുന്നത്? നമ്മൾ ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നതാണോ? എടുത്ത് കൂടിയടാ. എനിക്ക് ആ ഡ്രൈവറുടെ മകൾ കണ്ടതിനെ കുറിച്ചാ പേടി. അവളത് ലതികയോട് പറഞ്ഞു? അതൊന്നും അവള് പറയില്ല. കൈ നിറയെ പണം കിട്ടുമെന്ന് കരുതി ഡ്രൈവർ തന്നെ മകളെ ഒതുക്കിക്കോളും. എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താ അത്? അവളെയും നമ്മൾ കൈകാര്യം ചെയ്താലോ? എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. പക്ഷേ ആ കാര്യം നീ ഏറ്റെടുക്കണം. അതിനെന്താ, നീ അവളെ കാണിച്ചതാ. നാളെ ആവട്ടെ. ഓക്കെ. ഇന്ന് ആരും ഇങ്ങോട്ട് വന്നില്ലേ? അകത്തുണ്ട്. എനിക്കൊരു മൂടില്ല. എനിക്ക് നല്ല മൂടാ. ഭർത്താവിന്റെ മരണശേഷമെങ്കിലും നീ എന്റെ ഭാര്യയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്ത് ചെയ്യാം, ഒരു വിധവയെ വിവാഹം കഴിക്കാനായിരിക്കും എന്റെ യോഗം.
എനിക്ക് വീട്ടിലേക്ക് പോണമെന്ന് തന്നെയില്ല. ഇപ്പൊ എങ്ങോട്ടെങ്കിലും മാറി എന്നാ രതിയുടെ അച്ഛന് സംശയം വർദ്ധിക്കും. അച്ഛനെ കാണുന്നതന്നെ എനിക്ക് പേടിയാ. ഞാനൊന്ന് ശരിക്കും ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാമോ? നമുക്ക് ഈ നാട് വിട്ട് എവിടേക്കെങ്കിലും പോയാലോ? കുറച്ചു ദിവസം കൂടെ ക്ഷമിക്കേ. എല്ലാറ്റിനും ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നീ ധൈര്യമായിട്ട് പോയിക്കോ. പോയിക്കോ. ഞാനിനി വീട്ടിലേക്ക് പോവില്ല. എവിടെയെങ്കിലും പോയി മരിച്ചോളാം. ചേച്ചേ, എന്താ നീ പറയുന്നത്? വാ പോവാം. എങ്ങോട്ട്? അതൊക്കെ പോകുന്ന വഴിക്ക് ആലോചിക്കാം. എന്താ ഇത്? അവളെ കയറി പിടിച്ചോടനെ മറ്റവൻ ഓടിയെത്തി. പിന്നെ ഞങ്ങൾ തമ്മിൽ അടിയായി. ഒടുവിൽ പിടികൊടുക്കാതെ രക്ഷപ്പെട്ടു. അതേതായാലും നന്നായി. ഇനി നമ്മൾ രണ്ടുപേരും കൂടെ ഇവിടെ കഴിയുന്നത് ആപത്താണ്. നീ ഇന്ന് തന്നെ നമ്മുടെ പഴയ താവത്തിലേക്ക് വയ്ക്കും. ഞാൻ പറയാമെന്നോളാം. ഓക്കെ? ശരി. ലക്ഷക്കണക്കിന് രൂപയല്ലേടാ അവൻ നഷ്ടപ്പെടുത്തിയത്. ദൈവമേ, മകൻ പണവും കൊണ്ടുപോയോ? അതിനും മാത്രം പണം എന്റെ കയ്യിൽ എവിടുന്നാടാ? അവൻ ആ ഫാക്ടറിക്കാരന്റെ മകളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ സ്വർണ്ണക്കട 1, സോപ്പ് ഫാക്ടറി 2, സിനിമാ തിയേറ്റർ 3,
തടിടിപ്പ് 4 റബ്ബർ എസ്റ്റേറ്റ് 5 1.5 കിലോ സ്വർണം വാ കൂടാതെ ഹാർട്ട് അറ്റാക്ക്. സാറിനോ? അല്ലടാ, പിന്നെ? ആ പെണ്ണിന്റെ തന്തയ്ക്ക്. ആ തന്തയ്ക്ക്. എല്ലാം തൊലച്ചില്ലേ? സാറേ, എനിക്ക് തോന്നുന്നത് അവൾ വല്ല കൈവശവും കൊടുത്തു കാണുമെന്നാ. എന്നാ അവളുടെ അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കും. അത് വേണോ? നീ വേഗം കാർ റെഡിയാക്ക്. എവിടെ പോകാനാ? അവരെവിടെ ഉണ്ടെങ്കിലും ഇന്ന് അവരെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കണം. എന്തിനാ? പോകുന്ന വഴിക്കൊക്കെ ബങ്ക് കാണും, അവിടെ നിർത്തി നിർത്തി അടിച്ചാ മതി. പിന്നൊരു കാര്യം, അവളെ വഴിക്ക് വെച്ച് കണ്ട നീ കാറ് കയറ്റി അങ്ങ് കൊന്നേക്കണം. അവളെ കാണുമ്പോ ഞാൻ കാർ നിർത്തി തരാം, സാറങ്ങ് കയറ്റിക്കോ. എനിക്ക് ഭാര്യയും മക്കളും ഉള്ളതാ. എടാ, എനിക്ക് ഈ കുന്തറാണ്ട അറിയാമായിരുന്നെങ്കിൽ നിന്നെ കൊണ്ട് ഓടിപ്പിക്കുമോ? കേറ്റാനും കൊല്ലാനും ഒന്നും പോണ്ട. നമുക്ക് പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കാം. അതൊരു മാനക്കേടല്ലടാ വാസു. ആ ഫാക്ടറി ഉടമയുടെ മകള് അറിഞ്ഞാ പിന്നെ അവനെ കെട്ടുവോ? മകനെ കിട്ടിയിട്ട് വേണ്ടേ കെട്ടാൻ? ഇപ്പൊ എന്തെന്ന് പറഞ്ഞാ പത്രത്തിൽ പരസ്യം കൊടുക്കുക? ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് തക്കതായ പ്രതിഫലം നൽകുന്നതാണ്. എന്ത് കൊടുക്കേണ്ടി വരും? ഒന്നും കൊടുക്കണ്ട. എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് ഇനി വിളിച്ചോണ്ട് വരാം. നിന്റെ ഒരു പൊത്തി. ഇനി വേറെ ഒന്നുകൂടി ചേർക്കണം. മകനെ, നീ വീട് വിട്ടു പോയതിന് ശേഷം എനിക്ക് ഊണില്ല, ഉറക്കമില്ല. ഞാൻ മരിക്കാൻ കിടക്കുകയാണ്. ഉടനെ മടങ്ങി വരിക. ഇതങ്ങ് വായിച്ചു കഴിഞ്ഞാൽ സാറിന് എവിടെയൊക്കെ മക്കളുണ്ടോ അവരൊക്കെ ഇനി ഓടിയെത്തും. എങ്ങനെ ഉണ്ട്?